ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിദാർത്ത് ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസിംഗ് ആണ്. അപ്പോൾ ആദ്യമായി അതിൽ വന്ന ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സോഷ്യൽ ഡിസോർഗനൈസേഷൻ, അതായത് സാമൂഹിക അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഓർഡർ നഷ്ടപ്പെടുക. അപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാഠത്തിൽ സോഷ്യൽ പ്രോബ്ലംസ് എന്ന ഫസ്റ്റ് പാഠത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആദ്യമായി ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഒരു ഓർഡർ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഓർഗനൈസേഷൻ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുക, അതാണ് ഈ സോഷ്യൽ ഡിസോർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു കൺസെപ്റ്റ് എഴുതിയതിന് ശേഷം അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുക. എമിൽ ദുർഹൈമൊക്കെ പറഞ്ഞത് സമൂഹത്തിൽ ഒരു സോളിഡാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യൂണിറ്റി അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുന്നതിന് അവസ്ഥക്കാണ് ഈ ഡിസോർഗനൈസേഷൻ എന്ന് പറയാമെന്നാണ് എമിൽ ദുർഹൈം പറയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ കാരണങ്ങളുണ്ട്, അതുപോലെ ഇതിന് ഒരുപാട് കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, കൾച്ചറൽ ലാഗ്, അപ്പോൾ അതൊക്കെ എഴുതാൻ പറ്റും ഇതിൻ്റെ കീഴിൽ. അതുപോലെ തന്നെ ഈ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് കാരണം കൂടി ചിലപ്പോൾ ഈ സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2-3 ടൈപ്പുകൾ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കീഴിൽ എഴുതാം. അടുത്തതായിട്ട് റൈറ്റ് ഡൗൺ ദ ലിസ്റ്റ് ഓഫ് വാരിയസ് പോപ്പുലേഷൻ പോളിസി. നമ്മുടെ ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടെടുത്ത നയങ്ങൾ എഴുതാനാണ്, വ്യത്യസ്തമായ നയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാനാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഒരു തരത്തിലുള്ള നിയമങ്ങളും നയങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം പുതിയ രീതിയിലുള്ള പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള നയങ്ങളും പോളിസികളും ഇനീഷ്യേറ്റീവുകളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് മൈസൂരിലാണ് ഒരു ഗവൺമെൻറ് നമ്മളെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബർത്ത് കൺട്രോൾ ക്ലിനിക്കൊക്കെ വരുന്നത് മൈസൂരിലാണ്. പിന്നെ മദ്രാസിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നടന്നു. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ നടന്നു. പിന്നെ ഒരു ആൾ ഇന്ത്യ വുമൺ കോൺഫറൻസിലൊക്കെ വെച്ച് നടന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ ആദ്യകാലത്ത് നടന്നിരുന്നു നമ്മുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം നടന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതികളില്ല, അതായത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതികൾ മുതൽ 12ാമത്തെ പഞ്ചവത്സര പദ്ധതികൾ വരെ അതിലെല്ലാ പദ്ധതികളിലൊക്കെ നമ്മുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് കൂടുതൽ റിസോഴ്സ് കിട്ടേണ്ടതും അല്ലെങ്കിൽ പോപ്പുലേഷൻ നിയന്ത്രിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒന്നാമത്തെ പദ്ധതി മുതൽ 12ാമത്തെ പദ്ധതി വരെ ഉള്ളതിൽ. അപ്പോൾ അതൊന്നും ആദ്യം നമ്മൾ ചെറുതായി മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ആ പദ്ധതികൾക്കൊക്കെ കീഴിൽ എഡ്യൂക്കേഷന്, അതുപോലെ നമ്മുടെ ചൈൽഡ് ബിയറിങ്ങിൻ്റെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട അവയർനെസ് ക്ലാസ്സുകളും മറ്റു സാമ്പത്തികമായ ഫണ്ടിങ് ഒക്കെ ഈ പദ്ധതികൾക്ക് കീഴിൽ പോപ്പുലേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി വന്നിട്ടുണ്ട്, പോപ്പുലേഷൻ പോളിസിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ 2000 ശേഷമാണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി നിലവിൽ വരുന്നത്. ആ പോളിസിയിലൂടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അതായത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. അതുപോലെ സ്ത്രീകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ശിശുമരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരുപാട് പോളിസികൾ ആ ഒരു പദ്ധതിക്ക് കീഴിൽ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന പോപ്പുലേഷൻ പോളിസികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യന് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ടൈപ്പുകൾ എഴുതാനാണ്. നമ്മുടെ പാഠഭാഗത്തിൽ അത് വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ രാജ്യത്ത് അനുഭവിക്കുന്ന പലതരത്തിലുള്ള വയലൻസുകൾ, അവർക്ക് അവരുടെ വീടുകളിൽ വെച്ച് ഒരുപാട് പലതരത്തിലുള്ള വയലൻസുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലിപരമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട്, മെൻ്റലി ആയിട്ട്, അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് നടക്കാറുണ്ട് പല ഭാഗത്തും, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് അബ്യൂസ് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന് മേജർ കോസ് ഓഫ് ചൈൽഡ് അബ്യൂസിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ഒരുപാട് വയലൻസും അക്രമങ്ങളും നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് സിമ്പിളായി എഴുതാൻ സാധിക്കും. സോഷ്യൽ പ്രാക്ടീസ് തന്നെയാണ് ഒന്ന്, അതായത് സമൂഹത്തിലുള്ള ഒരുപാട് നിർമ്മിതികൾ, ഇപ്പോൾ നമ്മുടെ ആചാരങ്ങൾ, ഇപ്പോൾ ചൈൽഡ് ലേബറായിട്ടോ അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരുപാട് അബ്യൂസുകൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിലോ സൊസൈറ്റി ലെവലിലൊക്കെ പലതരത്തിലുള്ള അബ്യൂസുകളും അക്രമങ്ങളും കുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കീഴിൽ വരുന്നത്. പിന്നെ അടുത്തത്
വാട്ട് ഈസ് സൂയിസൈഡ്, സൂയിസൈഡ് എന്താണ്, അതുപോലെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, സൂയിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്, കൊല്ലുക എന്നുള്ളതാണ് സൂയിസൈഡ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡെഫിനിഷൻസ് നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. എമിൽ ദുർഹൈമൊക്കെ പറയുന്നുണ്ട്. ദുർഹൈമിൻ്റെ അഭിപ്രായ പ്രകാരം എന്താണ്, ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സുകൾ കാരണം, സാമൂഹികമായിട്ടുള്ള ഒരുപാട് എന്താണ് ഘടകങ്ങൾ കൂടിയിട്ടാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എമിൽ ദുർഹൈമിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് മെൻ്റലായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, ഡിപ്രഷൻ മൂലമുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു എന്താണ് ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, അതൊക്കെ ഒരു കാരണമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണലായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡ്രഗുകൾ ഉപയോഗിച്ചിട്ടൊക്കെ, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആളുകൾ സൂയിസൈഡിലേക്ക് പോകും. ഇനി അടുത്തതായിട്ട് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നടന്ന അഴിമതിക്കെതിരെയുള്ള മൂവ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിലാദ്യമായിട്ട് പറയുന്നത് ഡൽഹിയിലൊരു സ്പെഷ്യൽ എന്താണ് പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടന്നിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ അത് എന്താണ്, അത് ഈ കറപ്ഷനെതിരെ നടന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഈ കറപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നടക്കുക നമ്മുടെ എന്താണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു ഹൈ ക്ലാസ് പീപ്പിൾ, അതായത് വലിയ പ്രൊഫഷണൽസായ ആളുകൾ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരല്ലോ, അത് മറ്റുമൊക്കെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എന്താണ് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നൊരു നിയമം നിലവിൽ വന്നു. അപ്പോൾ അതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ നടക്കുന്ന ഏത് വിഷയവും അവരുടെ സാമ്പത്തികമായ എന്ത് ഇടപാടുകളും നമുക്ക് എന്താണ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു വിവരാവകാശ നിയമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആക്ട് പ്രധാനമായിട്ടും കറപ്ഷനെതിരെ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, മൂവ്മെൻറ്റാണ് ഈ ഒരു വിഷയത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നൊരു ലോക്പാൽ ബില്ലുണ്ട്. അതുപോലെ തന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാന മൂവ്മെൻ്റ് ഉണ്ട്. അത്തരത്തിൽ വിവിധ തരം മൂവ്മെൻറ്റുകൾ കറപ്ഷനെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അബ്യൂസിൻ്റെ എഫക്റ്റുകളെ കുറിച്ച്, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റുകളെ കുറിച്ചിട്ട് എഴുതാനാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. ലോങ് ടേം എഫക്റ്റുകൾ ഉണ്ടാവും, ഷോർട്ട് ടേം എഫക്റ്റുകൾ ഉണ്ടാവും. ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് പിന്നെ അത് മെഡിക്കൽ പരമായിട്ട് പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾക്ക് നയിക്കും. അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ഡിസോർഡറിന് കാരണമാവും അത്, അല്ലെങ്കിൽ അവരുടെ മറ്റു മെൻ്റലി ഉള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ലോങ് ടേം ആയിട്ട് അവരെ ബാധിക്കുന്ന കാരണങ്ങളാണ്. അവർക്ക് പിന്നീട് അവർക്ക് പിന്നീട് അതിൽ നിന്ന് മുക്തമാവാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ലോങ് ടേം കോൺസിക്വൻസിൽ നമുക്ക് പെടുത്താം. ഇനി ഷോർട്ട് ടേം ആയിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു അബ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ, അതായത് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും വിവിധ തരത്തിലുള്ള കോൺസിക്വൻസസ് ഈ ചൈൽഡ് അബ്യൂസ് മൂലം ഉണ്ടാവാറുണ്ട്. അടുത്തത് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് വയലൻ്റ് ബിഹേവിയർ. ഈ ആളുകൾക്ക് ഈ ആക്രമണ സ്വഭാവം ഉണ്ടാവാനുള്ള അതിനൊരു തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വയലൻസ്, ഈ ഒരു ആക്രമണ സ്വഭാവം ആളുകളിലേക്ക് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ അതൊരു സാമൂഹികമായിട്ട് ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും, സമൂഹത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ, ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് ചിലപ്പോൾ വയലൻസിനുള്ള താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് മെൻ്റലി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ വയലൻസിലേക്ക് വരാം. പിന്നെ സോഷ്യോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, അവർ ജീവിക്കുന്ന കണ്ടീഷനും കൾച്ചറും, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആളുകളെ പലതരത്തിലേക്കുള്ള വയലൻസിലേക്ക് നയിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ വയലൻസിനുള്ള തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ്. ഇനി അടുത്തത് പാർട്ട് ബിയിൽ ആദ്യത്തെ ചോദ്യം, സമ്മറൈസ് ദി തിയററ്റിക്കൽ അപ്രോച്ചസ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിനുള്ള തിയററ്റിക്കലായിട്ടുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള അപ്രോച്ചുകളാണ് ഈ കാര്യത്തിൽ വരുന്നത്. ഒന്ന് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചാണ്. അപ്പോൾ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് കാരണം നമ്മൾ അഗസ്റ്റി കോംറ്റെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എമിൽ ദുർഹൈമിൻ്റെ ഒക്കെ ഒരു അഭിപ്രായ പ്രകാരം ഈ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചേർന്ന ഒരുമിച്ചുള്ള ഒരു സംഭവമാണ് സമൂഹം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരസ്പരം പരസ്പരമുള്ള നമ്മുടെ ഒരുപാട് ബന്ധപ്പെടലുകളിലൂടെയും റിലേഷനിലൂടെയൊക്കെ ചെയ്യാൻ സാധിക്കും, സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്.
അല്ലെങ്കിൽ മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ അഗസ്റ്റി കോംപ്റ്റൻ്റെ തിയറിയിലൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള 3 സ്റ്റേജുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് തിയോളജിക്കലായ സ്റ്റേജ്, മെറ്റാഫിസിക്കലായ സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെ കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിൽ കാര്യമായി പറയുന്നത് ഈ എന്താണ് സൊസൈറ്റി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൂടിച്ചേർന്നാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെ ഒന്ന് എന്താണ് മനസ്സിലാക്കി അതിലൂടെ അതിനുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ മാർക്സിൻ്റെ അപ്രോച്ച്, മാർക്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സൊസൈറ്റിയിൽ ഉണ്ടാവാനുള്ള സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായതുകൊണ്ടാണ്. വർക്കിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്താണ് എന്താ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ കൺട്രോൾഡ് ക്ലാസ്സും, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സും കൺട്രോൾഡ് ക്ലാസ്സും, അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സുകളുണ്ടല്ലോ. അപ്പോൾ ഇതുമൂലമാണ് സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വിഭാഗം ആളുകൾ പവർഫുള്ളാകുന്നു, മറ്റുള്ളവർ തൊഴിലാളികളായിട്ട് വർക്കിംഗ് ക്ലാസ്സുകളായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സമൂഹത്തിൽ പല ഇനീക്വാലിറ്റി പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കണം, ഈ ഒരു സിസ്റ്റം ഒഴിവാക്കണം എന്നതാണ് കാൾ മാർക്സിൻ്റെ ഒരു അപ്രോച്ച്. പിന്നെ ഗാന്ധിയുടെ അപ്രോച്ച് എന്താ വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുക, ആ പ്രശ്നങ്ങളൊക്കെ എന്താ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് സമൂഹത്തിൽ അതിൻ്റെ ലോക്കൽ ഏരിയ, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം, സമൂഹത്തിലെ പ്രശ്നങ്ങളെ കാണണം. അങ്ങനെ ആ താഴെ തട്ടിലൂടെ എന്താ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് വേണം സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യാനും ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ. അതാണ് ഗാന്ധിയുടെ അപ്രോച്ച്. അത് അല്ലാതെ വെറും ഒരു ഫിനാൻഷ്യലി ഉള്ള, അല്ലെങ്കിൽ കാൾ മാർക്സ് പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ നീങ്ങൂല. മറിച്ച് എല്ലാ നിലക്കുമുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അത് ഒരു സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതുപോലെ മറ്റൊരു അപ്രോച്ചാണ് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് അപ്രോച്ച്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒരു സ്മാൾ ഗ്രൂപ്പായിട്ട് അവരവരെന്ത് ചെയ്യുക, പരസ്പരം കൊളാബറേഷനിലൂടെ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുക, സൊസൈറ്റിയിലെ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അതിലൂടെ എന്ത് ചെയ്യുക, പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള കാരണങ്ങളും അതിൻ്റെ എഫക്റ്റുകളൊക്കെയാണ്. അപ്പോൾ സമൂഹത്തിൽ കൂടുതൽ പോപ്പുലേഷൻ്റെ വർധനവ് ഉണ്ടാവാനുള്ള കാരണം, പിന്നെ ഹൈ ബർത്ത് റേറ്റ് തന്നെ പ്രധാന കാരണം. അതുപോലെ എന്താണ് നമ്മുടെ ഡെത്ത് റേറ്റ് കുറഞ്ഞത്. അതായത് ഇപ്പോൾ ഡെത്ത് റേറ്റ് കുറേ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ലിവിങ് കണ്ടീഷൻ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് മെഡിക്കലായിട്ടുള്ള സഹായങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലും മെഡിക്കൽ സേവനങ്ങളൊക്കെ ലഭ്യമായതുകൊണ്ട് അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ ആളുകൾക്കുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയാണ്. അപ്പോൾ അതൊരു കാരണമായിപ്പെടുത്തുക, ഒരു കോസായിപ്പെടുത്തുക. പിന്നെ അതുപോലെ ഫാമിലി പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം, നമ്മുടെ ഒരുപാട് ആചാരങ്ങളിൽ ഇപ്പോൾ നമുക്ക് ലാർജ് ഫാമിലി വേണം നമ്മളോട് നിഷ്കർഷിക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പവേർട്ടി, ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ പോപ്പുലേഷന് ഹൈ ആവാനുള്ള കാരണമാണ്. ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻവിറോൺമെൻറ്റൽ ഡിഗ്രേഡേഷൻ സംഭവിക്കും. അതായത് മതിയായ റിസോഴ്സുകൾ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കും. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. പിന്നെ ഓവർ ക്രൗഡാവും ഇത്തരത്തിൽ കൂടുതൽ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെ എക്കോണമിക്കായിട്ടും സോഷ്യലായിട്ടും വിവിധ തരം പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും. പല എഫക്റ്റുകളും ഇതുകൊണ്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ഇറ്റ്സ് നേച്ചർ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെ കുറിച്ചും അതിൻ്റെ ഒരു സ്വഭാവ രീതിയെക്കുറിച്ചും വിശദീകരിക്കാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പണ്ട് മുതലേ അനുഭവിച്ചു വരുന്നവരാണ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ചൈൽഡ് മാരേജ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു ഡൊമസ്റ്റിക് വയലൻസുകൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ മറ്റു അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഹസ്ബൻഡുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റു ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് കുറേ പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവാറുണ്ട്, സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദീകരിച്ച് ഇങ്ങനെ പറയാൻ പറ്റി നമുക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്റർ വരെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളുടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നിട്ട് പോലും അത് തുടരാത്തൊരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നാമതായിട്ട് എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു ചൈൽഡ് ലേബറിലേക്ക് ആളുകൾ പോകുന്നത്. അതായത് അവർ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ നോക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ കുട്ടികളെ കൂടി അവരെന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടി പറഞ്ഞേക്കും.
അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടും. പ്രധാന കാരണം എന്ന് പറയുമ്പോൾ പവേർട്ടി തന്നെയാണ് ഈ ചൈൽഡ് ലേബറിനുള്ളൊരു പ്രധാന കാരണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കും. അപ്പോൾ അതൊരു ചൈൽഡ് ലേബർ എന്നുള്ളത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ദുർഹൈമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ കാലത്ത് സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ട് അവർ എമിൽ ദുർഹൈമിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ വ്യക്തമാക്കാനാണ്. അപ്പോൾ ആദ്യമായിട്ട് എമിൽ ദുർഹൈം പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് പലതരം സോഷ്യൽ ഫാക്ടറുകൾ കൂടിച്ചേർന്നിട്ടാണ്. അപ്പം അതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 4 ടൈപ്പ് ഓഫ് കാരണങ്ങളുണ്ട്. ഒന്ന് എന്തായിരിക്കും, ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ സൂയിസൈഡിലേക്ക് നീങ്ങാനുള്ള കാരണം അവർക്ക് സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങൾ കുറവായിരിക്കും. അവർ സൊസൈറ്റിയിൽ കൂടുതൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സസീവായിട്ടുള്ള ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷനാണ് ആൽട്രോയിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ഒരു പറഞ്ഞ ഈഗോയിസ്റ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ. അല്ലെങ്കിൽ മറ്റൊന്നാണ് സോഷ്യൽ റെഗുലേഷൻ്റെ കുറവ് കൊണ്ട് വരാം. അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടുതൽ റെഗുലേഷൻസ് കൂടിയതുകൊണ്ട്. അപ്പോൾ അതിന് ഈ 4 ടൈപ്പിൽ ചെയ്യും സൂയിസൈഡിനുള്ള കാരണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം എമിൽ ദുർഹൈം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തിയറിക്ക് ഇന്നത്തെ കാലത്തുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ തിയറി തന്നെയാണ് ഇപ്പം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈഗോയിസ്റ്റിക്കാണ്, അതായത് സോഷ്യൽ ഇൻ്റഗ്രേഷൻ്റെ കുറവ് കാരണമാണ്. ഇന്നത്തെ കാലത്തും ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആവുകയും ഐസൊലേഷനിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവർക്ക് സോഷ്യൽ ഇൻ്റഗ്രേഷൻ കുറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അതുപോലെ മറ്റു പല സോഷ്യൽ റെഗുലേഷൻസ് പല ഭാഗത്തും കൂടിയത് കൊണ്ട്, കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൂടുന്നത് കൊണ്ട് ആളുകൾ സൂയിസൈഡിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള റെലവൻസ് എമിൽ ദുർഹൈമിൻ്റെ തിയറിക്കുണ്ട്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, കറപ്ഷൻ എന്താണ്, അതുപോലെ കറപ്ഷൻ്റെ കാരണങ്ങൾ. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പബ്ലിക് ഓഫീസുകളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കാണ്, അഴിമതിക്കാണ് നമ്മൾ കറപ്ഷൻ എന്ന് പറയുക. അതിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ലോ സാലറി കാരണമായി മാറാം. അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള അഴിമതികൾ അവർ സ്ഥാപനങ്ങളിൽ നിന്ന് സംഭവിക്കാറുണ്ട്, പബ്ലിക് ഓഫീസുകളിൽ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാറുണ്ട്, കറപ്ഷൻ കൂടുതലായി നടക്കാറുണ്ട്. അതൊക്കെ ഒരു വലിയ കാരണങ്ങളായിട്ട് നമുക്ക് എഴുതാം. ഇലക്ഷനും ലോ സാലറി, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാണ് ഈ ഒരു കറപ്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അപ്പോൾ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകത്തുക മനസ്സിലാക്കേണ്ടത് നമ്മുടെ പബ്ലിക് ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ നടക്കുന്ന അവരുടെ ഒരു അഴിമതിക്ക്, അവർ നടത്തുന്ന വെട്ടിപ്പുകൾക്കും തട്ടിപ്പുകൾക്കൊക്കെയാണ് നമ്മൾ കറപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.